ഹായ് ഫ്രണ്ട്സ്, ബ്ലൂ വാട്ടർ ഫിഷ് ഹണ്ടർ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാർമാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങളെ കാണിക്കുന്നൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്ന് വീശിയപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു തിരണ്ട് കിട്ടിയിരുന്നു. അതുപോലെ കൂരുവാള തുടങ്ങിയ സാധനങ്ങളൊക്കെ അത്യാവശ്യം കിട്ടാൻ സാധ്യത ഉള്ള ഒരു സ്പോട്ടാണിത്. നമ്മളിന്ന് മെയിനായിട്ട് ഇവിടെ വന്നേക്കുന്നത് കൊഞ്ച് ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. കൊഞ്ചിനെ വീശുന്ന കൂട്ടത്തിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ കായൽത്തിരണ്ടി കിട്ടാൻ സാധ്യതയുണ്ട്, കൂരുവാള കിട്ടാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വീശിയപ്പോഴത്തേക്കും ഒരു കായൽത്തിരണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് ആ മീൻ കിട്ടിയ ഒരു വീഡിയോ ഉണ്ട്. പക്ഷേ അത് ഫുള്ള് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ. കാരണം നമ്മളതിനെ മീൻ പിടിക്കാനായിട്ട് തിരണ്ടി പിടിക്കാനായിട്ട് പോയതല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും പറ്റില്ല. പക്ഷേ അത് തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വേഗം അതൊരു ഫേക്ക് വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു കൽസ് വലയാണ് കേട്ടോ നമ്മളിപ്പോൾ വീശിയേക്കുന്നത്. സാധാരണ നമ്മൾ വീശുന്നത് നൂല് വലയായിരിക്കും. നമ്മളിന്ന് വീശിയേക്കുന്നത് ഒരു കൽസ് വലയാണ്. അപ്പം കൽസ് വല നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു വലയാണ്. കൊഞ്ചിന് സാധാരണ നൂല് വലകളാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്നത്തെ കൽസ് വല ഇന്ന് വെള്ളത്തിൽ നനച്ചിട്ടുണ്ട്. എന്താണ് റിസൾട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വലിച്ചു നോക്കാം. നമ്മുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുകയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ ഒരു കൊഞ്ചുണ്ട് കേട്ടോ. ഒരു കൊഞ്ച് വന്നിട്ടുണ്ട്. നമുക്കിനി നോക്കാം. എന്തായാലും റിസൾട്ടുണ്ട്. അതൊരു 12 മുഴത്തിൻ്റെ ഒരു വലയാണ്. അത്യാവശ്യം റിസൾട്ട് ഉണ്ടാകുന്ന കൊഞ്ചുണ്ട് അത്യാവശ്യം. അടിപൊളി മോനെ, നോക്കിയേ, സൂപ്പർ. ഇത്ര കൊഞ്ചുണ്ടെന്ന് നോക്കിയേ. അത് തീരെ ചെറുതിനൊക്കെ നമ്മൾ വിടും കേട്ടോ. അത്യാവശ്യം മുഴുത്ത കൊഞ്ച് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.